ജാലകങ്ങൾക്കുമപ്പുറം ഏകനായിന്നു നിൽപ്പു നീ, സ്നേഹത്താൽ ചേർത്ത് ചങ്ങാതിയാക്കാം. ജാലകങ്ങൾക്കുമപ്പുറം ഏകനായിന്നു നിൽപ്പു നീ, സ്നേഹത്താൽ ചേർത്ത് ചങ്ങാതിയാക്കാം. പരിമിതികൾക്കതീതരാകാം, പരിധികളില്ലാതാക്കാം. പരിമിതികൾക്കതീതരാകാം, പരിധികളില്ലാതാക്കാം. ജാലകങ്ങൾക്കുമപ്പുറം ഏകനായിന്നു നിൽപ്പു നീ, സ്നേഹത്താൽ ചേർത്ത് ചങ്ങാതിയാക്കാം. ജാലകങ്ങൾക്കുമപ്പുറം ഏകനായിന്നു നിൽപ്പു നീ, സ്നേഹത്താൽ ചേർത്ത് ചങ്ങാതിയാക്കാം. എറണാകുളം URCയും ചേർന്നൊരുക്കുന്ന ട്വിന്നിംഗ് പ്രോഗ്രാമിൻ്റെ 3ാം ഭാഗമായ സൗഹൃദവേദി പങ്കെടുക്കാനെത്തിയിരിക്കുന്നത് GHSS തോന്നയ്ക്കലിലെ കുട്ടികളും രക്ഷകർത്താക്കളുമാണ്. സൗഹൃദവേദിയിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരിയും വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിത വിജയം കണ്ടെത്തിയ പ്രീതയാണ്. പൊതുവിദ്യാലയത്തിൽ പഠിച്ച് സ്വയം തൊഴിൽ കണ്ടെത്തി വരുമാനമാർഗം നേടുന്ന പ്രീത ഇന്ന് സമൂഹത്തിനൊരു മാതൃക. ജാലകങ്ങൾക്കപ്പുറം എന്ന ട്വിന്നിംഗ് പ്രോഗ്രാമിന്റെ 3ാം ഭാഗമായ സൗഹൃദവേദി എന്ന പ്രോഗ്രാമിലേക്ക് തോന്നയ്ക്കൽ GHSSലെ പൂർവ്വ വിദ്യാർത്ഥിയായ പ്രീതയുടെ വീട്ടിലാണ് നാം ഇത് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മോടൊപ്പം തോന്നയ്ക്കൽ HSSലെ ഷെറീന, ഉദയ്, രോഹിത്, തോന്നയ്ക്കൽ GLPSലെ ശിഖ സതീഷ്, ഉദയതിന്റെ ഉമ്മ, കൂടാതെ തോന്നയ്ക്കൽ HSSലെ റിസോഴ്സ് ടീച്ചറായ പ്രീത VR, സജൻ ടീച്ചർ, നമ്മുടെ IDC ഇൻചാർജ് സതീഷ് സാർ എന്നിവരും പ്രീതയുടെ വർക്ക് കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് പ്രീതയുടെ വർക്കിലേക്കൊന്ന് പരിചയം. പ്രീത എന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ കുടവൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് വീൽ ചെയറിലാണ്. വീട്ടിലിരുന്നിട്ട് തന്നെ മാല, കമ്മൽ, പാദസരം, പേപ്പർ പേനകൾ എന്നിവയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതാണ് പേപ്പർ പേനകൾ. ഈ പേനകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൽ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് റീഫില്ലർ മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പേപ്പറിലാണ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ചുവട്ടിൽ നമ്മളൊരു വിത്ത് കൂടി വയ്ക്കുന്നുണ്ട്. പരിസ്ഥിതി സൗഹാർദ്ദമാണ് ഈ പേനകൾ. ബാക്കിയുള്ള പ്ലാസ്റ്റിക് പേനകളെ അപേക്ഷിച്ച് ഈ പേനയിൽ മറ്റത് 100% വരുന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് വരുന്നുണ്ടെങ്കിൽ ഇതിൽ 1% മാത്രമേ പ്ലാസ്റ്റിക് വരുന്നുള്ളൂ. ഇതിപ്പോൾ എൻ്റെ ഉപജീവന മാർഗം കൂടിയാണ്. കണിയാപുരം സ്കൂളിലെ ജാലകങ്ങൾക്കപ്പുറം എന്നുള്ള പരിപാടിയിൽ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് ഇന്ന് വന്ന എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും എൻ്റെ ഒത്തിരി സന്തോഷം, നന്ദി. ആദ്യം പരിചയപ്പെടുത്തുന്നത് പേപ്പർ പേനകളാണ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പേപ്പർ പേനകൾ. ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളെന്ന് പറയുന്നത് റീഫില്ലർ, ഫെവിക്കോൾ പശ, പേപ്പർ, വിത്ത്, കത്രിക. ഇത് ഇത്രയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇതിൽ ഏതൊക്കെ വിത്തുകളാണ് പ്രീത ഉപയോഗിക്കുന്നത്? ഇതിൽ ഇടുന്ന വിത്തുകളെന്ന് പറയുന്നത് വെണ്ട, അമര, പിന്നെ മുളകിന്റെ വിത്തുകൾ, ചിലപ്പോൾ കത്രിക വിത്തുകൾ ഉപയോഗിക്കാറുണ്ട്. പച്ചക്കറി വിത്തുകളാണ് കൂടുതലും ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നോക്കിയേ, നോക്കൂ, ഇത് ഏത് വിത്തെന്ന് നോക്കിയേ. കണ്ടോ? നമ്മുടെ വീട്ടിലുള്ളതാണോ? ശിഖ, ഇത് ഏത് വിത്താണെന്ന് പറഞ്ഞേ. കയ്യിൽ ഏതൊക്കെ വിത്താണ് നമ്മൾ ഈ പേന ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? വെണ്ട, മുളക്. അത് നോക്കി പറഞ്ഞാ മതി. അമരയുടെ വിത്തുണ്ട് അല്ലെ, അമരക്കയുടെ വിത്തുണ്ട്. ഇങ്ങനെയുള്ള വിത്തുകളാണ് നമ്മള് പ്രീത എന്ത് ചെയ്യുന്നത്? പേനയ്ക്കായി പേന ഉണ്ടാക്കുമ്പോ
ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് പേന ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇത് ഒരു മുഴുവൻ പേപ്പറായിരുന്നു. ഞാൻ ഈ പേന ഉണ്ടാക്കാൻ കണക്കാക്കിയിട്ട് വെട്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പേന വെച്ചിട്ട് അതിന്റെ ഒരു അളവ്, നിശ്ചിതമായിട്ടൊരു അളവ് വെച്ചിട്ട് വേണം ഇത് പേപ്പർ കട്ട് ചെയ്യാൻ. എത്ര സെന്റിമീറ്റർ ഒന്നുണ്ടോ? പേന വെച്ചിട്ടാണ് അതിന്റെ അളവ് എടുക്കുന്നത്. അതെ. പിന്നെ അപ്പൊ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവണം, കാരണം നമുക്ക് ചുറ്റി വരുമ്പോൾ വിത്ത് ഇടാനുള്ള ഒരു ചെറിയ സ്പേസ് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഗ്യാപ്പിട്ട് വേണം പേപ്പർ വെട്ടാനായിട്ട്. അങ്ങനെ ഒരു അളവ് വെച്ചിട്ടല്ല വെട്ടുന്നത്. പേപ്പർ റീഫില്ലർ വെച്ച് നോക്കിയിട്ട് അതിന്റെ ഒരു അളവ് വെച്ചിട്ടാണ് എപ്പോഴും പേന ഉണ്ടാക്കുമ്പോൾ വെട്ടുന്നത്. അപ്പൊ നമ്മൾ ഉണ്ടാക്കാം. ആദ്യമായിട്ട് നമ്മളതിന് ചെയ്യേണ്ടത് ഒരു ഈർക്കിലെടുത്തിട്ട് അതിൽ പശ എടുത്ത് പേപ്പറിൽ തേക്കണം. ശേഷം നമ്മൾ പശ പരട്ടിയ ശേഷം അതിൽ റീഫില്ലർ വയ്ക്കണം. റീഫില്ലർ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇതിന്റെ തുമ്പത്തായിട്ടൊരു ഗോൾഡൻ കളർ വരും. അത് അകത്താക്കി മുനമ്പ് വെളിയിലാക്കി വേണം എപ്പോഴും റീഫില്ലർ വയ്ക്കാനായിട്ട്. എന്നിട്ട് നോക്കി, എല്ലാവരും നോക്കി, എഴുതുന്ന ഭാഗം കണ്ടോ? ഇതിന്റെ മുനമ്പ് ഇതിങ്ങനെ ഈ പേപ്പറിന്റെ പുറത്താണ് വന്നിരിക്കുന്നത്. കണ്ടോ? ഷെറീന കണ്ടോ? ഇതേ കണ്ടോ? ഇതിന്റെ ഈ നിപ്പുണ്ടല്ലോ, നമ്മൾ എഴുതുന്ന ഭാഗം ഈ പേപ്പറിന്റെ പുറത്താണ്. എന്നിട്ട് നമ്മള് ഇതൊന്ന് അകത്തേക്കാക്കി ചെറുതായിട്ടൊന്ന് ചുരുട്ടും. ഒന്ന് മടക്കി, ആദ്യം ഒന്ന് മടക്കി വയ്ക്കും. എന്നിട്ട് നമ്മളതിന്റെ മൂട് ഭാഗത്ത് ഒരു ശകലം ഒന്ന് ചരിച്ചൊന്ന് വെക്കും. എന്നിട്ട് നമ്മളതിനെ ചുരുട്ടിയെടുക്കും. എന്നിട്ട് നമ്മളിതിനെ ചുരുട്ടി എടുക്കും. വഴുതി പോകും. നമ്മൾ കയ്യിലെടുത്ത ശേഷം ഇതിന്റെ തുമ്പറ്റം ശരിയാക്കി എടുക്കണം. അത് അവിടെ അടുക്ക് പോലെ തന്നെ വരണം. ഇത് നമ്മൾ നന്നായിട്ട് അതിനെ മുറുക്കിയെടുക്കണം. നന്നായിട്ട് മുറുക്കിയെടുത്താൽ മാത്രമേ പേനയ്ക്കൊരു ബലം വരത്തുള്ളൂ. നമ്മൾ എത്രത്തോളം മുറുക്കി ചെയ്യുന്നോ അത്രത്തോളം അതിന് ബലവും വരും. പേപ്പർ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വെള്ളത്തിലിട്ടാലൊന്നും കുതിർന്ന് വരത്തില്ല.
നന്നായിട്ട് തന്നെ മുറുക്കിയെടുക്കണം. ഇതിന് പ്രീത ന്യൂസ് പേപ്പർ ഉപയോഗിക്കാൻ പറ്റും, അത് കലണ്ടറിന്റെ പേപ്പറാണോ സാധാരണ? ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് പിന്നി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞാൻ കൂടുതലും ഇപ്പൊ കലണ്ടറിന്റെ പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് ക്രാഫ്റ്റ് പേപ്പർ, കളർ പേപ്പറുകൾ കിട്ടും. നമ്മൾ അതൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്നതിനേക്കാളും ഇപ്പൊ എന്തെന്ന് വെച്ചാല് ഇപ്പൊ നവംബർ മാസമാണല്ലോ, മാസം തീരാറായി വരാതെ ഈ വർഷം തന്നെ തീരാറായി. അപ്പൊ പഴയ കലണ്ടറുകളൊക്കെ എല്ലാവരും വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്, ഒന്നുകിൽ കത്തിച്ച് കളയുകയോ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് ഉപകാരപ്പെടുത്താല് കഴിഞ്ഞ വർഷം എനിക്ക് കുറേയേറെ കലണ്ടറുകൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോ കലണ്ടർ ആവശ്യമാണോ? അപ്പൊ അങ്ങനെ കിട്ടിയ കലണ്ടറുകളാണ് ഇപ്പൊ അത് ഇപ്പോഴും വീണ്ടും ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ വന്നു. എന്നിട്ട് ഇതിപ്പോ നോക്കുമ്പോ ഒരു ചൊവ്വില്ല അല്ലേ? ചൊവ്വില്ലാതിരിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് കത്രിക വെച്ച് വെട്ടി ഒരേ നിരപ്പിനാക്കി ഇടും. നിരപ്പിനാക്കി എടുത്തതിന് ശേഷം പശ വെച്ച് തേച്ച് ടീച്ചർ എന്താ ചെയ്യുന്നത്? ഇതില് എന്താ തേക്കുന്നത്? പശ അല്ലേ? ഫെവിക്കോളിന്റെ പശയാണ്. ഫെവിക്കോളിന്റെ എന്ത് പേപ്പറായി ഉപയോഗിക്കണം എന്ന് പറഞ്ഞത്? അത് തന്നെ നമ്മള് പേന ഉണ്ടാക്കുന്നതിന് വേണ്ടി ടീച്ചർ എന്ത് പേപ്പറാണ്, പ്രീത ടീച്ചർ എന്ത് പേപ്പറാണ് എടുത്തത്? കലണ്ടറിലെ പേപ്പർ അല്ലേ മോനെ? കലണ്ടറിലെ പേപ്പർ നമ്മളിത് നന്നായിട്ട് ഉരുട്ടണം. അപ്പൊ ഉരുട്ടുന്നത് പോലെ തന്നെ അപ്പൊ നന്നായിട്ട് ഇതായിട്ടിരിക്കും. ഇതിപ്പോ നമ്മള് ചില പേനകൾ എടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ അതിന്റെ ഒട്ടിപ്പെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. അത്ര ഇതായിട്ട് ചെയ്യണം. എന്നിട്ട് ഇത് അപ്പൊ നമുക്കിവിടെ ചെറിയ ഇത്രയൊരു ഗ്യാപ്പ് വരും. ഇവിടെയാണ് നമ്മൾ വിത്ത് ഇടേണ്ടത്. കാണിച്ചു കൊടുക്കും എല്ലാരും ഒന്ന് വാങ്ങി നോക്കി. എല്ലാരും വാങ്ങിച്ചു നോക്കൂ. ഇഷ്ടപ്പെട്ടോ ശിഖ? നീ ഇതില് പ്രീത ടീച്ചർ എവിടെയാ വിത്തിടുന്നത്? വിത്തിടുന്ന ഭാഗവും കൂടെ ഒന്ന് കാണിച്ചേ. വിത്തിടുന്നത് എവിടെയാ? ആ ഹോള് കണ്ടോ? കണ്ടോ മോളെ? ഇതിനകത്ത് നമ്മള് വിത്തിടാൻ പോകുന്നത്. ഇതിനകത്ത് ചെറിയ വിത്തുകളായിരിക്കും കയറുന്നത്. കാരണം നമുക്കതിനകത്ത് ചെറിയ ഹോളുകൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ഞാനിപ്പോ ഇതിനകത്തേക്ക് അമരയുടെ വിത്താണ് ഇടുന്നത്. രണ്ട് അമരയുടെ വിത്തിട്ടു. അതിന് ശേഷം കത്രിക കൊണ്ട് ഇതിന്റെ മൂട് ഉള്ളിലേക്കാക്കി കവർ ചെയ്യുന്നു അല്ലേ? അതെ. എന്നിട്ട് നമ്മളൊരു ശകലം പശയും കൂടെ വെച്ച് അതിന്റെ മീതയിൽ തേച്ചിട്ട് ഒന്നുകൂടി ഒതുക്കിയാൽ അത് നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. അപ്പൊ മൂട് കാണുന്നത് ഒരു ഭംഗി ഉണ്ടാവും. നോക്കി വിത്തിട്ടത് കാണാമോ? ഇപ്പൊ കാണാൻ പറ്റുന്നില്ലല്ലോ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കവർ ചെയ്തു അല്ലേ? ഇനി ഇതിന് നമുക്ക് ഇതിനുണ്ടാക്കേണ്ട ക്യാപ്പാണ് ഉണ്ടാക്കേണ്ടത്. ഇതിന് ഞാൻ എടുത്തേക്കുന്നത് ക്രാഫ്റ്റ് പേപ്പറാണ്, കളർ പേപ്പർ. അതെ, ഇതുപോലെ ഇങ്ങനെ ക്യാപ്പ് ഉണ്ടാക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ പേനയ്ക്കും ഒരു ക്യാപ്പ് തന്നെയല്ല ഉണ്ടാക്കുന്ന പേനകൾ വച്ചിട്ട് തന്നെയാണ് അതിനാവശ്യമായിട്ടുള്ള ക്യാപ്പുകൾ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അളവുകൾ ചെറുതും വലുതും ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. ഇത് നമ്മൾ പേനയുടെ താഴത്തെ വശത്ത് വെച്ചിട്ട് കുറച്ച് സ്ഥലം ഇട്ടിട്ട് അതെ ഇങ്ങനെ വെച്ച് ചുരുട്ടിയെടുത്തു. ക്യാപ്പ് ഉണ്ടാക്കാൻ കളർ പേപ്പർ ആണോ യൂസ് ചെയ്യുന്നത്?
കലണ്ടറിന്റെ പേപ്പർ ഉപയോഗിക്കാം. ഞാനിപ്പോ എളുപ്പത്തിന് വേണ്ടിട്ട് കളർ പേപ്പറാണ് ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഇപ്പൊ കണ്ടില്ലേ, ഇതിപ്പോ കണ്ടില്ലേ, അതിന്റെ കറക്റ്റ് അളവാണ്. കാരണം ഓരോ പേന ഉണ്ടാക്കുമ്പോഴും ആ പേനയുടെ ഇതിന്റെ ചുവട്ടിൽ വെച്ച് തന്നെയാണ് ക്യാപ്പ് ഉണ്ടാക്കേണ്ടത്. എങ്കിലും ആ പേനയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ക്യാപ്പ് വരത്തുള്ളൂ. നമുക്കിപ്പോ ഇത്രയും നീളം വേണ്ട ക്യാപ്പിന്. അപ്പൊ ഞാനതിന്റെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് ഇതിലും പശ വെച്ച് തേച്ച് ഒട്ടിക്കുകയാണ്. ചെയ്തതിന് ശേഷം നമ്മൾ കൈ വെച്ച് നന്നായിട്ട് അമർത്തിയാൽ അതവിടെ നന്നായിട്ട് പിടിച്ചിരുന്നു. എന്നിട്ട് ഇവിടെ ഇവിടെയും പശ തേച്ചിട്ട് ഞാനിവിടെ എന്റെ പ്രോഡക്റ്റിന്റെ സ്റ്റിക്കറാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് കുട്ടികൾക്ക് കാണിക്കാനുള്ളതായത് കൊണ്ട് ഞാനിത് ഇങ്ങനെ പശ വെച്ച് തേച്ച് ഒട്ടിച്ച് ഇങ്ങനെ വേണമെങ്കിൽ വയ്ക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഈ പേപ്പറിന്റെ തന്നെ ഒരു ഇത് ഡയമണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അത് നമ്മുടെ യുക്തി പോലെ എങ്ങനെ വേണമെന്ന് വെച്ചാൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇത് എന്തായാലും ഉണങ്ങി എടുക്കാനായിട്ട്, അതല്ലെങ്കിൽ ഇതുപോലെ റിബറ്റ് വെച്ച് അടിച്ചു എടുക്കാൻ പറ്റും. പക്ഷെ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു റിബറ്റ് കുറച്ച് കഴിയുമ്പോൾ തുരുമ്പെടുക്കുന്നുണ്ട്. അപ്പൊ അതിന് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ സ്റ്റിക്കറോ എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും കുട്ടികൾക്കും ഇഷ്ടം. അതെ, സ്റ്റിക്കർ ഇപ്പൊ സ്കൂളിന്റെ ഒക്കെ ആണെങ്കിൽ സ്കൂളിന്റെ പേര് വെച്ചിട്ട് ഇതുപോലെ ചെറിയ സ്റ്റിക്കറുകൾ വെച്ചിട്ട് ഇവിടെ വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ അതൊരു ഭംഗിയായിരിക്കും. ഇതാണ് പേപ്പർ ടേപ്പ്. ഇഷ്ടപ്പെട്ടോ? ഇതുണ്ടാക്കാൻ എന്തൊക്കെ വേണം മോളെ? ശിഖ, കലണ്ടർ. പിന്നെ നമ്മൾ ആദ്യം എടുത്തല്ലോ പ്രീത ടീച്ചർ, ആദ്യം റീഫില്ല് വേണ്ടേ? റീഫില്ല് വേണം അല്ലേ? റീഫില്ല്. രോഹിത് പറഞ്ഞേ, പേന ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? എന്തൊക്കെ മെറ്റീരിയൽ വേണം? പേപ്പർ, പശ, കലണ്ടർ. കലണ്ടറിന്റെ പേപ്പറാണ്. റീഫില്ല്. ക്യാപ്പ് ഉണ്ടാക്കാൻ കളർ പേപ്പറോ അല്ലെങ്കിൽ കലണ്ടറിന്റെ പേപ്പറോ നമുക്ക് യൂസ് ചെയ്യാം. ഇതേത് പറഞ്ഞേ? പേപ്പറ്, റീഫില്ല്, പശ, ക്യാപ്പ് ഉണ്ടാക്കാൻ കളർ പേപ്പർ, റീഫില്ല്. ഇഷ്ടപ്പെട്ടോ? കൊള്ളാവോ? ഒന്ന് എഴുതി നോക്കാൻ തോന്നുന്നോ? ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമോ? നീ ഉമ്മയ്ക്ക് കൊടുത്തു. ഇതിന് ചുവട്ടിൽ എന്തുകൊണ്ടാണ് വിത്ത് ഇട്ടത്? വിത്ത് ഇട്ടത് കൊണ്ടുള്ള ഗുണം എന്താണ്? നമ്മളിതിൽ വിത്ത് ഇടുന്നതെന്ന് വെച്ചാൽ പരിസ്ഥിതിക്ക് ദോഷമൊന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ളതാണ് ഈ പേനകളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മലയാളികളുടെ പൊതുവെ ഉള്ളൊരു സ്വഭാവം എന്ന് വെച്ചാൽ യൂസ് ആൻഡ് ത്രോ എന്നുള്ളതാണ്. അതായത് ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വലിച്ചെറിയുമ്പോൾ ഈ വിത്തുകള് മണ്ണില് പിന്നെ പൊടിച്ചു വരും. അപ്പോൾ നമുക്ക് ഒരു ഫലവൃക്ഷം ഉണ്ടാകും. നമുക്ക് എന്ത് വിത്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. ഇതിലിപ്പോ ഇട്ടേക്കുന്ന മുളക് വിത്തുണ്ട്. ചിലതിൽ മുളക് വിത്ത്, ചിലതിൽ വെണ്ടയുടെ വിത്തിടും, ചിലതില് അമരക്കയുടെ വിത്തിടും, ചിലതിൽ മരങ്ങളുടെ വിത്തുകൾ കൊള്ളുന്നുണ്ടെങ്കിൽ അതും ഇടാറുണ്ട്. അപ്പോ നമ്മളിത് ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുമ്പോൾ അത് മണ്ണിൽ കിടന്ന് പൊടിച്ചു വരുമ്പോൾ നമുക്ക് അത് പ്രകൃതിക്ക് എന്താണ് ഉണ്ടാവുക? ഗുണമല്ലേ ഉണ്ടാവുക. അതിനു വേണ്ടിയിട്ടാണ് വിത്തുകൾ ഉപയോഗിക്കുന്നത്. ഇതിലിപ്പോ പ്ലാസ്റ്റിക് പിന്നെ 1% ഈ റീഫിലർ മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം പേപ്പറുകളായതുകൊണ്ട് തന്നെ ഉപകാരപ്രദമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പേപ്പറിൽ ഉണ്ടാക്കുന്ന സാധനം ആയതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ചുവട്ടിൽ ഒരു വിത്ത് കൂടി വെക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വലിച്ചെറിയാതെ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിന്റെ ചുവട്ടിൽ നിന്ന് ഇതിന്റെ വിത്ത് എടുത്തിട്ട് ഒരു ചിരട്ടയിൽ കുറച്ച് മണ്ണ് നിറച്ചിട്ട് അതിനകത്തോ അല്ലെങ്കിൽ ചെടിയുടെ സൈഡിൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ വിത്ത് പൊടിച്ചു വരും.
മുളച്ച് വരുമ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ പച്ചക്കറിക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റൂലേ. അപ്പൊ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉപയോഗിക്കാനും പറ്റും. എത്ര രൂപയാകും? ഇത് ഒരു പേന 10 രൂപയ്ക്കാണ് മാർക്കറ്റിൽ കൊടുക്കുന്നത്. 100 പേനയൊക്കെ ഒരുമിച്ച് എടുക്കുമ്പോൾ നമ്മൾ വില കുറച്ച് കൊടുക്കാറുണ്ട്. ഇപ്പോൾ 10 പേനയോ 20 പേനയോ ഒക്കെ മേടിക്കുമ്പോൾ 10 രൂപ ഇട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ 100 പേനയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പേന 10 രൂപ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ 100 പേനയ്ക്ക് 1000 രൂപയാവും. പക്ഷെ 100 പേന എടുക്കുമ്പോൾ നമ്മൾ ഒരു പേന 8 രൂപ ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് മാർക്കറ്റ് ചെയ്യുന്നത് പിന്നെ സ്കൂളുകളിൽ കൊടുക്കാറുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്ത് ഹരിതകർമ്മ മിഷനിൽ നിന്ന് മേടിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് അത് മാർക്കറ്റ് ചെയ്യുന്നത്. ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. വീട്ടിൽ ചെന്ന് എല്ലാരും ഉണ്ടാക്കി നോക്കുമോ? അപ്പൊ പേന ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? കത്രിക, കലണ്ടറിന്റെ പേപ്പർ, വിത്ത്, പശ, ഈർക്കില്, റീഫില്. ഓക്കെ. അപ്പൊ എല്ലാരും അത് ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് എനിക്കത് കാണിച്ചു തരണം കേട്ടോ. അതിന്റെ ഫോട്ടോ എടുത്ത് രക്ഷിതാക്കളുടെ വാട്സപ്പ് നമ്പറിൽ നിന്ന് എടുത്ത് എനിക്ക് അയച്ചു തരണം. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ആണ്. അതിനെ പരിചയപ്പെടാം. ഓക്കെ. അപ്പൊ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ഓർണമെന്റ്സുകള്. ഇത് സിൽക്ക് ത്രെഡ് എന്ന് പറയും. സിൽക്ക് ത്രെഡില് നമ്മൾ ചെയ്ത മാലയാണ്. ഇത് അതിന് മാച്ചായിട്ടുള്ള കമ്മലും. ഇത് മുത്തില് ചെയ്തതാണ്. മുത്തില് ചെയ്ത മാലയാണ് ഇത്. ഇതിൽ ഉപയോഗിക്കുന്നത് ക്രിസ്റ്റൽ മുത്തും പഞ്ചസാര മുത്തും കൂടെ മിക്സ് ചെയ്ത് ചെയ്ത മാലയാണ്. ഇത് സിൽക്ക് നൂലിൽ തന്നെ ചെയ്ത ചെറിയൊരു വളയാണ്. ഇതെല്ലാം സിൽക്ക് നൂലിൽ ചെയ്ത വളകളാണ്. ഇത് സാധാ മുത്ത് ഉപയോഗിച്ച് ഒരു ചെറിയ ലോക്കറ്റും കൂടെ ഇട്ടിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്ത ഒരു മാലയാണ്. ഇത് വിപണനം ചെയ്യുന്നത് ഫേസ്ബുക്ക് വഴിയും പാലിയം ഇന്ത്യ വഴിയും ഒക്കെയാണ് നമ്മുടെ കൂടുതലായിട്ടും വിപണനം ചെയ്യുന്നത്. ഫേസ്ബുക്കിൽ ഇതിന് വേണ്ടിയിട്ട് പേജ് തന്നെ ഉണ്ട്. ടാറ്റൂസ് എന്നാണ് എന്റെ പ്രോഡക്റ്റുകൾക്ക് ഞാൻ ഇട്ടേക്കുന്ന പേര്. അപ്പോ അങ്ങനെ ടാറ്റൂസ് എന്നുള്ള പേരിൽ ഫേസ്ബുക്കിനകത്തൊരു പേജ് തുടങ്ങിയിട്ട് അത് നമ്മൾ അതിനകത്ത് ഇടുകയും ആവശ്യക്കാർ നമുക്ക് പറയുമ്പോൾ നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വരുന്ന ചില ഫ്രണ്ട്സുകൾ മേടിക്കാറുണ്ട്. പ്രധാനമായിട്ടും പാലിയം ഇന്ത്യ വഴി കുറേയേറെ മാലകളൊക്കെ വിറ്റിട്ടുണ്ട്. പിന്നെ 3 തവണ എക്സിബിഷൻ നടത്തിയിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് തന്നെ. ഇതൊക്കെയാണ് വിപണന മാർഗങ്ങൾ. ഹരിതയുടെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും രക്ഷിതാക്കൾക്കും ഞങ്ങളോടൊപ്പവും ചെലവഴിച്ചതിന് ഞങ്ങളുടെ BRCയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതിനോടൊപ്പം ഞങ്ങളുടെ ചെറിയ ഒരു സമ്മാനം കൂടി. ഒത്തിരി സന്തോഷം. കണിയാരം BRCയുടെ എനിക്ക് ഒത്തിരി കടപ്പാടുള്ളതാണ്. എന്റെ ജീവിതത്തിന്റെ വേറൊരു വഴിത്തിരിവായിരുന്നു കണിയാരം BRCയില്. ഞാൻ 2009-10 കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ട് പോകുന്നത്. അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജ്വല്ലറി മേക്കിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നതും. കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം അതായത് 2018 ലോക ഭിന്നശേഷി ദിനമായ ഡിസംബർ 3 കണിയാരം BRCയിൽ എന്നെ ഗസ്റ്റായിട്ട് വിളിക്കുകയും എനിക്ക് പൊന്നാട്ടായിട്ട് ആദരിച്ചു തരികയും ചെയ്തു. പിന്നെ എനിക്കിവിടെ വഴിയൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടിയ സമയത്ത് പോലും കണിയാരം BRCയിൽ തന്നെ ഉണ്ടായിരുന്ന മോഹനൻ സാർ ഇടപെട്ടിട്ടാണ് പിന്നീട് ഞങ്ങൾക്ക് ഇവിടെ വഴിയൊക്കെ റെഡിയായത്. പകരം വസ്തു കൊടുത്തിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു വീൽ ചെയറൊക്കെ നന്നായിട്ട് തന്നെ പോകാൻ പറ്റുന്ന ഒരു വഴിയൊക്കെ കിട്ടി. അതിലൊക്കെ ഒത്തിരി എനിക്ക് കടപ്പാട് നന്ദിയുള്ളത്. കളിയൊക്കെ നന്നായിട്ട് ചെയ്യിപ്പിച്ച് ടീച്ചർമാർ ചെയ്യിപ്പിച്ച് ഇതിനൊക്കെ ഫോട്ടോകൾ എനിക്ക് ഇട്ട് തരണമെന്നൊരു അപേക്ഷ കൂടി എനിക്കുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട സമയം എന്നോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ഒത്തിരി നന്ദി.